ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 53ാമത്തെ പാർട്ടാണ്. എല്ലാവരും കമൻ്റ് ഇടണം. പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? ഇയാളെന്തെങ്ങനെ ചില സമയത്ത് തന്നെ കടിച്ചു കയറാൻ വരും. ചിലപ്പോഴൊക്കെ പാവം ഇതുപോലെ മിനിറ്റിൽ പാവമാർന്ന ആളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും. എൻ്റെ മഹാദേവാ. സ്വയം പിറുപിറുത്തുകൊണ്ടുള്ള അവളുടെ മുഖഭാവം എല്ലാം തന്നെ ശിവ കാറിലെ മിററിലൂടെ നോക്കുന്നുണ്ടായിരുന്നു. ഇവൾക്ക് ശരിക്കും വട്ടാണ്, അത് വട്ടുള്ള പോലെ അഭിനയിക്കാണ്. ശിവ സ്വയം ചോദിച്ചു. എന്തെങ്കിലും ആവട്ടെ, വരാനുള്ളത് വഴി തങ്ങില്ല എന്നാണല്ലോ. അതും കറക്റ്റായിട്ട് എൻ്റെ തലയിൽ തന്നെ വീഴുകയും ചെയ്തു. എൻ്റെ കഷ്ടകാലം. അത് പറഞ്ഞ ശിവ കാറ് മുന്നോട്ടെടുത്തു. ശിവ ഗേറ്റ് കടന്നു പോയതും പാർവണ തിരികെ അകത്തേക്ക് വന്നു. ഓഫീസിൽ ശിവയില്ലാത്തതിനാൽ ദേവയും വന്ന് ഓഫീസിലേക്ക് പോയിരുന്നു. പാർവണ കുറച്ചു നേരം അമ്മയുടെയും രേവതിയുടെയും കൂടെ സമയം ചെലവഴിച്ചതിനു ശേഷം രാമച്ചൻ്റെ മുറിയിലേക്ക് പോയി. പാർവണ ഉണ്ടായ കാര്യങ്ങളെല്ലാം രാമച്ചനോട് പറഞ്ഞപ്പോൾ അച്ഛൻ ഒരു പുഞ്ചിരിയോടെ അതെല്ലാം കേട്ടിരിക്കുകയായിരുന്നു. രാമച്ചനും അറിയാമായിരുന്നു പാർവണയേക്കാൾ നല്ലൊരു ഭാര്യയെ ശിവയ്ക്കിന് കിട്ടാനില്ല എന്ന്. വൈകുന്നേരം വരെയും അവിടെയും ഇവിടെയും എല്ലാം ചുറ്റിപ്പറ്റി അവൾ സമയം കളഞ്ഞു. വൈകുന്നേരം 5 മണി ആയതും ദേവ ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിരുന്നു. ലിവിങ് റൂമിലിരുന്ന് രേവതിയും ദേവയും പാർവണയും അമ്മയും സംസാരിക്കുകയാണ്. ദേവ ഓരോ കോമഡികൾ പറഞ്ഞ് എല്ലാവരും നന്നായി ചിരിക്കുന്നുണ്ട്. ആ സമയത്തായിരുന്നു ശിവ ഹോസ്പിറ്റലിൽ നിന്നും അവിടേക്ക് വന്നത്. പാർവണ തിരിഞ്ഞിരിക്കുന്നതിനാൽ ശിവ വന്നതൊന്നും അവൾ അറിഞ്ഞില്ല. ദേവ പറഞ്ഞ കോമഡി കേട്ട് നിർത്താതെ ചിരിക്കുന്ന പാർവണയുടെ ശബ്ദം പുറത്തു നിന്ന് തന്നെ ശിവയ്ക്ക് കേൾക്കാമായിരുന്നു. ശിവ അകത്തേക്ക് വന്നതും ചിരിച്ചുകൊണ്ടിരുന്ന രേവതി സ്വിച്ചിട്ട പോലെ ചിരി നിർത്തി. എന്നാൽ ഇതൊന്നും അറിയാതെ പൊട്ടി ചിരിക്കായിരുന്നു പാർവണ. പെട്ടെന്ന് എല്ലാവരും ചിരി നിർത്തിയതും അവളും ചിരിച്ചുകൊണ്ട് പുറകിലേക്ക് നോക്കിയപ്പോൾ തന്നെ കണ്ണുരുട്ടി പെരുവിക്കുന്ന ശിവയെ കണ്ടതും അവളും പതിയെ ചിരി നിർത്തി. ശിവ, നീ വന്നോ? നീ ഇരിക്കും, ഞാൻ ചായ എടുക്കാം, അമ്മ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു. ഇപ്പം വേണ്ടമ്മ, ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ, എന്നിട്ട് മതി. അത് പറഞ്ഞ് രേവതിയെ നോക്കി ചിരിച്ച് അവൻ സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി. രാമച്ചന് ഭക്ഷണം കൊടുക്കാനുള്ള സമയമായി, ഞാൻ പോയി കൊടുത്തിട്ട് വരാം, അമ്മ അത് പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നതും പിന്നാലെ പാർവണിയും അവിടേക്ക് പോയി. അമ്മേ, രാമച്ചനുള്ളത് ഞാൻ കൊടുക്കാം, ഇങ്ങോട്ട് താ. അവൾ അമ്മയുടെ കയ്യിലെ കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് നേരെ മുറിയിലേക്ക് പോകാനായി നിന്നു. 1 മിനിറ്റ് പോളെ, ഈ ചമ്മന്തി കൂടെ അരക്കട്ടെ, എന്നിട്ട് കൊണ്ടുപോവാം, അമ്മ അത് പറഞ്ഞു ഫ്രിഡ്ജിലുള്ള തേങ്ങ എടുത്ത് അരയ്ക്കാൻ തുടങ്ങി. റൂമിൽ നിന്നും കുളിച്ച് ഫ്രഷായ ശിവ നേരെ പോയത് രാമച്ചൻ്റെ മുറിയിലേക്കാണ്. പാർവണ വന്നപ്പോൾ മുതൽ രാമച്ചന് വല്ലാത്തൊരു സന്തോഷവും ഉന്മേഷവുമാണ് ഉള്ളതെന്ന് ശിവ ശ്രദ്ധിച്ചിരുന്നു. ആ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ മൊത്തത്തിലൊരു മാറ്റം പോലെ. അവൻ രാമച്ചൻ്റെ അരികിലിരിക്കാൻ നിന്നതും ടേബിളിന് മുകളിലെ രാമച്ചൻ്റെ മെഡിസിൻ ബോക്സ് അവൻ്റെ കൈ തട്ടി താഴേക്ക് വീണത് ഒരുമിച്ചായിരുന്നു. ശിവ താഴെ നിലത്ത് കുനിഞ്ഞിരുന്ന് ടാബ്ലറ്റ് എല്ലാം തന്നെ തിരിച്ച് ബോക്സിലേക്ക് ഇടാൻ തുടങ്ങി. ആ സമയമായിരുന്നു പാർവണ രാമച്ചനുള്ള കഞ്ഞിയുമായി റൂമിലേക്ക് വന്നത്. ശിവ താഴെ കുനിഞ്ഞിരുന്നതിനാൽ ഉള്ള കാര്യം പാർവണയെ അറിഞ്ഞിരുന്നില്ല. രാമച്ച, നമ്മുടെ കാലം ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ ഞാൻ ചിരിച്ചതിനെ എന്നെ നോക്കി കണ്ണുറ്റി പേടിപ്പിച്ചോന്നേ. ഞാനാരാ മോള്? ദേഷ്യത്തോടെ ഒരു നോട്ടം തിരിച്ചു നോക്കി. നോട്ടത്തിൽ ആള് റൂമിലേക്ക് ഓടിയെന്നേ. അല്ലെങ്കിൽ എന്നോട് അവൻ്റെ കളി. രാമച്ചനൊരു കാര്യം അറിയോ? ശിവയ്ക്ക് പണ്ട് മുതലേ എന്നോട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അവളത് പറഞ്ഞതും താഴെ നിന്നും മെഡിസിൻ ബോക്സുമായി ശിവ എഴുന്നേറ്റത് ഒരുമിച്ചായിരുന്നു. നീ ഇപ്പം എന്താ പറഞ്ഞേ? ശിവ മെഡിസിൻ ബോക്സ് ടേബിളിൽ വെച്ച് അവൾക്ക് മുമ്പിൽ കൈ കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ എന്തു പറയാൻ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ രാമച്ചനുള്ള കഞ്ഞിയായിട്ട് വന്നതാ, അവൾ നിഷ്കമായി പറഞ്ഞു. കിടന്ന് ഉരുണ്ട് കളിക്കാതെ സത്യം പറ. നീയായിട്ട് തന്നെ പറഞ്ഞാൽ രക്ഷപ്പെടാം, അല്ലെങ്കിൽ. ശിവ കണ്ണൂറ്റിക്കൊണ്ട് പറഞ്ഞതും പാർവണി ഒന്ന് പേടിച്ചിരുന്നു.
അല്ല, ഞാൻ രാമച്ചനോട് പറയായിരുന്നേ എനിക്ക് നിന്നെ നല്ല പേടിയാന്ന്. നീ അങ്ങനെ തന്നെയാണോ പറഞ്ഞേ? ശിവ അവളെ നോക്കി ചോദിച്ചു. അതെ ശിവ, ഞാൻ അങ്ങനെ തന്നെയാ പറഞ്ഞേ. വേണമെങ്കിൽ രാമച്ചനോട് ചോദിച്ചു നോക്കിയേ. ആണോ രാമച്ച? രാമച്ചൻ ആദ്യം എന്ന രീതിയിൽ തലയാട്ടി. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടാണല്ലോ, അതെനിക്കറിയാം. നീ എന്നെ കുറിച്ച് എന്താ ഇപ്പം പറഞ്ഞെന്ന് ഞാൻ നല്ല വ്യക്തമായിട്ട് തന്നെ കേൾക്കുകയും ചെയ്തു. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് കള്ളം പറയാതെ സത്യം പോലെ പറഞ്ഞേ. അത് നിനക്കെന്നെ പേടിയാന്നാ പറഞ്ഞേ. അവൾ ചെറിയൊരു മടിയോടെ പറഞ്ഞു. എൻ്റെ രാമച്ച, ഇവളെന്തൊരു തള്ളണേന്നറിയോ, കള്ളത്തി പേരും കള്ളത്തി. ശിവ അവളെ നോക്കി പറഞ്ഞു. കള്ളത്തി നിന്റെ കെട്ടിയോള്. അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. എൻ്റെ കെട്ടിയോളെ വിളിക്കാൻ നീ ആരടി? അവരും ദേഷ്യത്തിൽ ചോദിച്ചു. നീ കണ്ണൂറ്റി പേടിപ്പിക്കാനൊന്നും നോക്കണ്ട, എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട് അല്ലേ രാമച്ച? അവൾ രാമച്ചനെ നോക്കി പറഞ്ഞപ്പോൾ രാമച്ചൻ അതേ എന്ന രീതിയിൽ തലയാട്ടി. ഇനി എനിക്കൊരു ഏട്ടം കൂടി ഉണ്ട്. ഞാനൊരു വിളിച്ച നിന്നിടിച്ച് സൂപ്പാക്കും. അയ്യേ, നീ ശരിക്കും നേഴ്സറിയിലാണ് ഇനി പഠിക്കണേ. എന്ത് വർത്താനാടി ഇത്, കഷ്ടം. എന്താ എൻ്റെ വർത്താനത്തിന് എന്താ കുഴപ്പം? എനിക്ക് നിന്നോട് അധികം സംസാരിക്കാൻ താല്പര്യമില്ല, നീ എന്നോട് മിണ്ടാൻ വരണ്ട. പാർവണ ദേഷ്യത്തോടെ പറഞ്ഞ് രാമച്ചനെ കഞ്ഞി കൊടുക്കാൻ തുടങ്ങി. എന്നാൽ ഞാൻ രാമച്ചന് അറിയാത്തൊരു കാര്യം പറഞ്ഞു തരട്ടെ? ശിവ അടുത്തുള്ള ചെയർ വലിച്ചിട്ടുകൊണ്ട് പറഞ്ഞു. രാമച്ചൻ എന്തായെന്ന് അർത്ഥത്തിൽ ശിവയെ നോക്കിയിരുന്നു. ഞാൻ മറ്റേ കാര്യം പറയട്ടെ? പാർവണയെ നോക്കി ചോദിച്ചു. എന്ത് കാര്യം? അവൾ പുച്ഛത്തോടെ പറഞ്ഞു. അടുത്ത മാസം നിനക്കൊരു എക്സാം ഇല്ലേ, അതിൻ്റെ കാര്യം പറയട്ടെ? ഓ അതാണാ. എൻ്റെ സപ്ലൈ എക്സാമിൻ്റെ കാര്യമൊക്കെ ഞാൻ രാമച്ചനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പേര് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നീ നോക്കണ്ട ശിവ. അവൾ രാമച്ചന് കഞ്ഞി കൊടുക്കുന്നതിനിടയിൽ പറഞ്ഞു. ആണോ? എന്നാൽ നമുക്ക് മാത്രം അറിയണേ വേറൊരു കാര്യമുണ്ട്. അർജുൻ റെഡ്ഡി മൂവി സോങ്ങേ. അത് കേട്ടതും പാർവണ ഞെട്ടി. കാര്യം തൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിലും ശിവ തന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതങ്ങനെ ഈ വീട്ടിലുള്ളവരോട് പറഞ്ഞാൽ തൻ്റെ നാണവും മാനവും എല്ലാം ഈ കപ്പൽ കയറും എന്ന് അവൾക്ക് അറിയായിരുന്നു. ശിവ പ്ലീസ് ആരോടും പറയല്ലേ, എന്തുകൊണ്ടും ചെയ്യാം. പാർവണ ശിവയോട് അപേക്ഷയോടെ പറഞ്ഞു. അപ്പം നിനക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാം. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ, ആരോടെങ്കിലും പറയണോ വേണ്ടോന്ന്. ഇനി എന്തായാലും നീ രാമച്ചന് കഞ്ഞി കൊടുക്കാൻ നോക്ക്, ഞാൻ പോവുകയാണേ രാമച്ച. അത് പറഞ്ഞ് ശിവ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്നാൽ അതോടുകൂടെ പാർവണിയുടെ മനസ്സമാധാനം പോയി എന്ന് പറയുന്നതാണ് സത്യം. രാത്രി ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് ശിവയും ദേവിയും തങ്ങളുടെ റൂമിലേക്ക് തന്നെ പോയി. രേവതിയും പാർവണയും അമ്മയെ സഹായിക്കാനായി അടുക്കളയിൽ തന്നെ നിന്നു. അടുക്കളയിലെ പണികളെല്ലാം ഒരുവിധം ഒതുക്കിയപ്പോൾ അമ്മ പാർവണിക്കും രേവതിക്കുമായിട്ട് 2 ഗ്ലാസ്സിൽ പാൽ നൽകി. ഇന്നലെ പാർവണ മോൾക്ക് വയ്യാത്ത കാരണം ഈ കാര്യം ഞാൻ മറന്നുപോയി. അമ്മ പാൽ ഗ്ലാസ് അവർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. രേവതി ചെറിയ നാണത്തോടെ പാൽ വാങ്ങി. പക്ഷേ പാർവണ എന്തോ ആലോചിച്ച് അവിടെ തന്നെ നിൽക്കുമായിരുന്നു. മോളെ ഇത് വാങ്ങിക്കേ, അമ്മ പറഞ്ഞപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് വന്നത്. ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞു, നിങ്ങൾ എന്തായാലും റൂമിലേക്ക് പൊക്കോളൂ, അമ്മ അവരെ നോക്കി പറഞ്ഞു. അയ്യോ, ഞാനിപ്പോഴാണ് ഓർത്തേ, എൻ്റെ ഫോണെ ഞാൻ അവിടെ പുറത്ത് വെച്ചിരിക്കുക. പാർവണ കയ്യിലുള്ള ഗ്ലാസ് സ്ലാബിന് മുകളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അതിന് നീ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഫോണൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ തുമ്പി, രേവതി സംശയത്തോടെ ചോദിച്ചു. അതെനിക്ക് മാറിപ്പോയതാ, വേറൊരു സാധനം ഞാൻ മറന്നു വെച്ചേ. നീ എന്തായാലും മുറിയിലേക്ക് പൊക്കോളാം, അമ്മയും പോയി കിടന്നോട്ടാ, ഞാൻ അതെടുത്തിട്ട് വന്നിട്ട് വാതിലടച്ചിട്ട് മുറിയിലേക്ക് പൊക്കോളാം. അത് പറഞ്ഞ് പാർവണയും അമ്മയും രേവതി അവരവരുടെ റൂമിലേക്ക് പറഞ്ഞയച്ചു. ഞാനിനി പാലും കൂടി കൊണ്ടു കൊടുക്കേണ്ട കാര്യമുള്ളൂ. ശിവത് കണ്ട പാല് മൊത്തം എൻ്റെ തലവഴി ഒഴിക്കുന്ന ആര് കണ്ടു? എനിക്കൊന്നും ഈ ഒരു പരീക്ഷത്തില്. അത് പറഞ്ഞ് അവൾ അമ്മയും രേവതിയും പോയി കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കയ്യിലുള്ള ഗ്ലാസ്സിലെ പാലെടുത്ത് സിങ്കിലേക്ക് ഒഴിച്ചു. ശേഷം ഗ്ലാസ് കഴുകി സ്ലാബിൽ വെച്ച് പുറത്തേക്ക് നടന്നു. മോളിപ്പോൾ അടുക്കളയിൽ തന്നെ നിൽക്കാണോ? പുറത്തിരുന്ന സാധനം എടുത്തായിരുന്നാ? അമ്മ മുറിയിലേക്ക് പോകുന്ന വഴി പാർവണിയെ കണ്ടപ്പോൾ ചോദിച്ചു.
ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ തന്നെ നിന്നതാ. ഇപ്പൊ പോയി എടുത്തിട്ട് വരാം. അമ്മ കിടന്നോ? അത് പറഞ്ഞ് അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്റെ മഹാദേവ, എന്റെ ഒരു കഷ്ടകാലം നോക്കിയേ. ആരുടെയൊക്കെ മുന്നിൽ അഭിനയിക്കണം. പാല് കൊണ്ട് കാലന്റെ മുറിയിൽ പോയാ ഇന്നത്തോടെ എൻ്റെ അന്ത്യായിരിക്കും. ഇനി അത് കൊണ്ടുപോയില്ലെങ്കിൽ അമ്മയുടെ വക 100 ചോദ്യങ്ങളും. എന്തായാലും അമ്മ പോകുന്നവരെ ഇവിടെ തന്നെ ഇരിക്കാം. കാരണം മുറ്റത്തുള്ള ഗാർഡൻ അരികിലുള്ള കൽബെഞ്ചിലിരുന്നു. ആരോട് ഫോണിൽ സംസാരിച്ച കൽബെഞ്ചിലേക്ക് വന്ന ശിവ കാണുന്ന മുറ്റത്തെ കൽബെഞ്ചിലിരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്ന പാർവണയാണ്. ഇവൾക്ക് ശരിക്കും വട്ടാണ്. ഏത് സമയം ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ സംസാരിച്ചോളും. നോർമലായവരെ പോലെയാണ് ചില സമയത്ത് പെരുമാറ്റം. ശിവ പാർവണയെ നോക്കിക്കൊണ്ട് മനസ്സിൽ കരുതി, ഇവളെന്തിനീ പാതിരാത്രി അതീ തണുപ്പത്ത് ഇവിടെ ഒറ്റയ്ക്ക് പോയിരിക്കണേ? എന്നിട്ട് അവളുടെ ഒറ്റയ്ക്കുള്ളൊരു സംസാരം. ഇനി വല്ല കൂടോത്രക്കാരായിരിക്കോ? വല്ല കുട്ടിച്ചാത്തനു കൂടെ ഉണ്ടായിരിക്കോ? അതിനോടായിരിക്കും ഇങ്ങനെ സംസാരിക്കണേ? ഇതിനൊന്നും വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ലല്ലോ. എന്തായാലും ഇതിന് എത്ര കാലം ഞാൻ ചുമക്കേണ്ടി വരുമോ എന്തോ. പാർവണ ശിവയെ കുറ്റം പറഞ്ഞ് കൽബെഞ്ചിൽ തന്നെ ഇരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് അങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അമ്മ മുറിയിലേക്ക് പോയോ എന്തോ? ഞാനാണെങ്കിൽ മൊത്തം പാല് സിങ്കിൽ ഒഴിച്ച് കളയുകയും ചെയ്തു. ഇനി അഥവാ അമ്മ ഹാളിയുണ്ടെങ്കിൽ ഞാൻ അമ്മോട് എന്ത് പറയും? അയ്യോ, എന്തൊരു വിധിയത്. അവൾ സാരിയുടെ തലപ്പ് കയ്യിൽ ചുരുട്ടിക്കൊണ്ട് അങ്ങോട്ടും നടന്നുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് പെട്ടെന്ന് റോഡിൽ നിന്ന് ഒരു പട്ടി കുരയ്ക്കുന്ന ശബ്ദം അവൾ കേട്ടത്. ആ ശബ്ദം കേട്ടതും അവൾ പേടിച്ച് അകത്തേക്ക് ഓടി. കറക്റ്റ് സമയത്ത് ശിവ അത് വീഡിയോ എടുക്കുകയും ചെയ്തു. പേടിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിയ പാർവണിയെ കണ്ട് ശിവയ്ക്ക് ചിരി നിർത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കുറെ നേരം അവിടെ തന്നെ നിന്നവൻ ചിരിച്ചു. ശേഷം മുറിയിലേക്ക് തന്നെ പോയി. അപ്പോൾ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻ്റ് ഇടാൻ മറക്കരുത്. ബൈ, താങ്ക് യു.